إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ദിനേനയെന്നോണം വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മരണവാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമോ? അതിൽ പെട്ടെന്നുള്ള ആകസ്മികമായ മരണങ്ങളെക്കുറിച്ചും അതല്ലെങ്കിൽ അപകടങ്ങളിൽ പെട്ടുകൊണ്ട് ജീവൻ പൊലിഞ്ഞുപോയ വാർത്തകളുമൊക്കെ നിരന്തരമായി നാം കേൾക്കുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് മരണം നടന്നാലും നമ്മുടെ അന്ത്യം, നമ്മുടെ പര്യവസാനം അത് നല്ല രൂപത്തിലായിരിക്കണം. അതിനാണ് വിശ്വാസികൾ ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത്. അവസാനമാണ് നന്നാകേണ്ടത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫവല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഉൻ ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ ഫയദ്ഖുലുഹാ. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ സ്വർഗാവകാശികളുടെ പ്രവർത്തനത്തിലായിരിക്കും അവനുണ്ടാകുക. അങ്ങനെ സ്വർഗത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ ഒരു മുഴം മാത്രം അവശേഷിക്കുകയും അവൻ നരകത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെ നരകാവകാശിയായി തീരുകയും ചെയ്യും. വീണ്ടും റസൂലുള്ളാഹി വിശദീകരിച്ചു, വഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൻ നാരി ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഉൻ ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഫയദ്ഖുലഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതുപോലെ തന്നെ നിങ്ങളിൽ ഒരാൾ അവൻ നരകാവകാശികളുടെ പ്രവർത്തനത്തിലാണ് ഉണ്ടാകുക. അങ്ങനെ അവൻ്റെയും അതുപോലെ തന്നെ ആ നരകത്തിൻ്റെയും ഇടയിൽ ഒരു മുഴം മാത്രം അവശേഷിക്കുമ്പോൾ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവന്റെ മേലുള്ള രേഖ അഥവാ അവന്റെ നേരത്തെ അള്ളാഹു എന്താണോ അവന് തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനം അവരെ മുൻകടക്കുകയും അങ്ങനെ ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന
അവൻ സ്വർഗാവകാശികളുടെ പ്രവർത്തനം പ്രവർത്തിക്കുകയും എന്നിട്ട് ആ സ്വർഗത്തിൽ അവൻ പ്രവേശിക്കുകയും ചെയ്യുമെന്ന്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാൾ സ്വർഗാവകാശിയായ ആ സ്വർഗത്തിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തു വരുമ്പോ മരണത്തോടടുക്കുമ്പോൾ സ്വർഗത്തിന്റെയും അവന്റെയും ഇടയിൽ ഒരു മുഴം മാത്രം ബാക്കി നിൽക്കെ അവന്റെ രേഖ അവനെ മുൻകടക്കുകയും നരകത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നരകാവകാശിയായി അവൻ മരണപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ നരകത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു മുഴം ബാക്കി നിൽക്കെ അവന്റെ മേലുള്ള രേഖ അവനെ മുൻകടക്കുകയും അവൻ സ്വർഗത്തിന്റെ പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ട് സ്വർഗാവകാശിയായി മരണപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെന്തിനാ പറഞ്ഞത്? ജീവിതത്തിന്റെ അവസാനം നന്നാവുക എന്നുള്ളതാണ്. അന്ത്യം അത് സ്വർഗാവകാശിയായി കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, വഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. അവസാനം തീർച്ചയായും കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ പരിഗണിക്കപ്പെടുന്നത് അവസാനം നോക്കിയിട്ടാണ്, അന്ത്യം നോക്കിക്കൊണ്ടാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ്. കർമ്മങ്ങൾ പരിഗണിക്കപ്പെടാതെ അന്ത്യം മോശമായതിന്റെ പേരിൽ ദൗർഭാഗ്യവാന്മാരായ നരകാവകാശികളായ ആളുകളുടെ ചരിത്രം വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകന്റെ ചരിത്രങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പറയാൻ സാധിക്കും. ഒരൊറ്റ ഉദാഹരണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോൾ പ്രവാചകന്റെ കൂടെ മുസ്ലിമാണെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് വാദിക്കുന്ന ഒരാൾ ഉഹദിന്റെ രണാങ്കണത്തിൽ പ്രവാചകന്റെ കൂടെ സ്വഹാബത്തിന്റെ കൂടെ ഉഹദിന്റെ രണാങ്കണത്തിൽ പോയി. അദ്ദേഹം ധീരമായി യുദ്ധം ചെയ്യുന്നു. സ്വഹാബത്ത് പോലും അദ്ദേഹത്തിന്റെ ആ പ്രകടനത്തിൽ ആശ്ചര്യപ്പെടുകയും അത്ഭുതപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആ ശത്രുപക്ഷത്തു നിന്ന് 8ഓളം ആളുകളെ അദ്ദേഹം വധിച്ചു കളഞ്ഞിട്ടുണ്ട്, കൊന്നു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാനം ശക്തമാനായി യുദ്ധം ചെയ്യുന്ന ആ മനുഷ്യൻ മുസ്ലിമാണെന്ന് പറയപ്പെടുകയും അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് വിചാരിക്കപ്പെടുകയും പ്രവാചകന്റെ കൂടെ മുസ്ലിം സൈന്യത്തിന്റെ കൂടെ ആ യുദ്ധം ചെയ്ത മനുഷ്യൻ തനിക്കൊരു മുറിവ് പറ്റിയപ്പോ, വേദനാജനകമായ ഒരു മുറിവ് തനിക്ക് ഉണ്ടായപ്പോ അത് സഹിക്കാൻ വയ്യാതെ തന്റെ വാള് തന്നെ കുത്തി നിർത്തുകയും അതിനു മുകളിലേക്ക് തന്റെ നെഞ്ചുഭാഗം പോയി ഇടിച്ചു വീണുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആ മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഫഹുവ മിനന്നാർ, അദ്ദേഹം നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ കൂടെ ആ മനുഷ്യനെ കുറിച്ച് ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ അദ്ദേഹം സ്വഹാബിയാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റിയില്ലേ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ, മുസ്ലിമായിട്ടുണ്ടോ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും ശരി, നിഫാഖുള്ള അഥവാ മുനാഫിക്കുകളായ ആളുകൾ ഉഹദിലേക്ക് പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നതാണ്. എന്നിരുന്നാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് വരികയും ശത്രുപക്ഷത്തു നിന്ന് 8ഓളം ആളുകളെ വധിച്ചു കളയുകയും ചെയ്ത് ധീരമായി പോരാടിയിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് ആളുകളൊക്കെ അയാൾ സ്വർഗാവകാശിയാണെന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുകയും ചെയ്ത ആ വ്യക്തി അവസാനം നരകാവകാശിയായി കൊണ്ടാണ് മരണപ്പെട്ടു പോയത്. അദ്ദേഹം നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയും ചെയ്തു. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക, മുസ്ലിം ബാപ്പക്കും ഉമ്മക്കും പറഞ്ഞ ആളുകൾ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളുകൾ, അങ്ങനെ മുസ്ലിമായി ജീവിച്ച മനുഷ്യന്മാർ ഇന്ന് എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ട് വർദ്ധിക്കുകയാണ്. എത്രയെത്ര ആളുകൾ നമ്മൾ അങ്ങനെ കാണുന്നു, എക്സ് മുസ്ലിം. അഥവാ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് എക്സ് MLA അല്ലെങ്കിൽ എക്സ് MP എന്നൊക്കെ. ആദ്യം മുസ്ലിം ആയിരുന്നു, ഇപ്പോൾ സ്വയം ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയി കാഫിറായി കൊണ്ട് മുർത്തദായി പോയി പോകുന്ന എത്രയെത്ര മുസ്ലിം നാമധാരികളെയാണ് നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമുക്കറിയാൻ കഴിയുന്ന ആളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു മരണം സംഭവിച്ചാൽ അതായിരിക്കും ഏറ്റവും അപകടകരമായ മരണം. അങ്ങനെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദായിക്കൊണ്ട് കാഫിറായിക്കൊണ്ട് മരിക്കുകയാണെങ്കിൽ അവന് നരകം ഉറപ്പാണ് എന്നുള്ളതാണ്. കാരണം അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിറുൻ
ഫൗലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽആഖിറ വഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. സൂറത്തുൽ ബഖറയിലെ 217ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം വലിയൊരു ആയത്താണത്. അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി, തന്റെ ദീനിൽ നിന്ന്, തന്റെ മതത്തിൽ നിന്ന് ആരാണോ ആ മതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മുർത്തദ്ദായിക്കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് എങ്കിൽ അവൻ കാഫിറായി കൊണ്ടാണ് മരിക്കുന്നത്, അവൻ അവിശ്വാസിയായി കൊണ്ടാണ് മരിക്കുന്നത്. ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ അവന്റെ മുഴുവൻ കർമ്മങ്ങളും അത് ബാത്തിലായി പോയി, അത് നിഷ്ഫലമായി പോയി. കർമ്മങ്ങൾ പോയത് മാത്രമാണോ? വഉലൈക അസ്ഹാബുൻ നാർ, അക്കൂട്ടർ നരകാവകാശികളാണ്. വഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ നരകത്തിൽ ശാശ്വതന്മാരായിരിക്കുമെന്നാണ്, നിത്യവാസികളായി അവർ ആ നരകത്തിൽ കഴിച്ചു കൂട്ടുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ഒരു ദുർഗതി ഇത് നമുക്കുണ്ടാവരുത്. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച് അവസാനം കാഫിറായി മരിക്കുന്ന, ദീനിൽ നിന്ന് പുറത്തുപോയി മരിക്കുന്ന, അങ്ങനെ നരകാവകാശിയാകുന്ന ഒരവസ്ഥ നമുക്കൊരാൾക്കും ഉണ്ടാകരുത് എന്നാണ്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ, അതില്ലാതിരിക്കാൻ, നമ്മുടെ അന്ത്യം നന്നാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പരിഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിലേറ്റവും ഒന്ന്, നമുക്ക് പേടി വേണം, ഭയം വേണം. മുസ്ലിം അല്ലാതെ മരിച്ചു പോകുന്നതിൽ, മുസ്ലിം അല്ലാതെ സ്വർഗാവകാശിയായിട്ടല്ലാതെ മരണപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പേടിയുണ്ടാകണം, ഭയമുണ്ടാകണം എന്നുള്ളതാണ്. മഹാന്മാരായ സലഫുകൾ, അതുപോലെ തന്നെ സ്വഹാബികൾ, താബീകൾ, തബഉ താബീങ്ങളായ ആളുകളൊക്കെ അവരുടെ അന്ത്യത്തെ കുറിച്ച് ആലോചിച്ച് അന്ത്യം എങ്ങനെയാകും, നല്ല രൂപത്തിലാകുമോ അതല്ല മോശമായ രൂപത്തിലാകുമോ എന്ന് പേടിച്ചവർ കരഞ്ഞിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ താബീ സുഫിയാൻ തൗരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ചരിത്രം വിശാലമാണ്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി, തന്റെ താടി രോമങ്ങളെ പോലും നനച്ചുകൊണ്ട് കണ്ണുനീരൊഴുകി. അങ്ങനെ കരയുമ്പോ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ അദ്ദേഹം ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾ ചെയ്ത പാപങ്ങളും താങ്കളുടെ തിന്മകളും താങ്കളുടെ തെറ്റുകളുമാണോ താങ്കളെ ഇങ്ങനെ കരയിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറയാണ്, ഇന്നെനിക്ക് എന്റെ പാപങ്ങൾ എനിക്ക് നിസാരമാണ്, എന്റെ പേരുള്ള പാപങ്ങളെ സംബന്ധിച്ച് ഞാൻ നിസാരമാകുമോ? പക്ഷേ ഞാൻ ഭയപ്പെടുന്നത്, ഞാൻ പേടിക്കുന്നത് എന്റെ അവസാനം, എന്റെ അന്ത്യം മരണപ്പെട്ടു പോകുമ്പോൾ ഏറ്റവും മോശമായ രൂപത്തിലാണോ ഞാൻ മരണപ്പെട്ടു പോകുക എന്നാലോചിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത്, വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമത് വഹുവ കാഫിറുൻ ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽആഖിറ വഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ എന്ന ഈ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയാണ്, അദ്ദേഹം അത് ഓതുകയാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, അവസാനം അന്ത്യം എങ്ങനെയാകും എന്നാലോചിച്ച് കരഞ്ഞിരുന്ന മുൻഗാമികളായ സലഫു സാലിഹീങ്ങളായ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും അശ്രദ്ധയിലാണ്. അന്ത്യത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മയോ ഒരു ചിന്തയോ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു സ്മരണയോ നമുക്കാർക്കുമില്ല. ദുനിയാവിന്റെ പിന്നാലെ അതിന്റെ ആഡംബരങ്ങൾക്കും അതിന്റെ സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി മരണമെന്ന യാഥാർത്ഥ്യത്തെയും ആ മരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ മരിക്കുക എന്നതിനെ കുറിച്ചുള്ള പേടിയും നമുക്കില്ലാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മരണത്തിന്റെ അവസാനം അഥവാ ജീവിതത്തിന്റെ അവസാനം അന്ത്യം എങ്ങനെ ആകണം എന്നതിനെ കുറിച്ചുള്ള ബോധം, അത് മോശമായ രൂപത്തിലായിരിക്കുമോ എന്നതിനെ കുറിച്ചുള്ള ഭയം ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് ഒന്നാമത് വേണ്ടത്. രണ്ടാമത്, അവന്റെ ദീനിൽ അവന് ഇസ്തിഖാമത്ത് ഉണ്ടാകണം, അവന്റെ ദീനിൽ അവൻ അടിയുറച്ചു നിൽക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു പറഞ്ഞതാ അല്ലേ, അല്ലാഹു നമ്മോട് പറഞ്ഞതാ, നമ്മോട് പ്രഖ്യാപിച്ചതാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുന്നവർ,
ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, പിന്നെ അതിനെ അനുസരിച്ചുകൊണ്ട് നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ മരണത്തിന്റെ സമയത്ത് മലക്കുകൾ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു നമുക്ക് പറഞ്ഞു. റബ്ബ് നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കിയ, നാം വിശ്വസിച്ച, അതുപോലെ തന്നെ നാം അംഗീകരിച്ച നമ്മുടെ ദീനിലും ആദർശത്തിലും അടിയുറച്ചു നിൽക്കാൻ കഴിയുമോ എങ്കിൽ അവന്റെ അന്ത്യം, അവസാനം അത് നന്നായി തീരും. അതോടൊപ്പം നമ്മുടെ അഖീദ ശരിയാക്കണം, നമ്മുടെ വിശ്വാസം ശരിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ശരിയാക്കേണ്ടത്. അഖീദയാണ്, വിശ്വാസമാണ്, അത് ശരിയാക്കണം. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക്, അയാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അതാണ് അവന്റെ അവസാനത്തെ വാക്കെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന്. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കേവലം ഒരു വാക്കല്ല, നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ഒരു അധികാരമല്ല, മറിച്ച് അത് ഒരു ആദർശ പ്രഖ്യാപനമാണ്. അത് ജീവിതത്തിലുടനീളം അതുണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുകയും ആ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയോട് യാതൊരു കൂറുമില്ലാതിരിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് വെറുതെ ഉച്ചരിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. മറിച്ച് നമ്മൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനനുസരിച്ച് വിശ്വാസത്തെ, അതിനനുസരിച്ച് കർമ്മത്തെ, അതിനനുസരിച്ച് എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനും ശരിയാക്കാനും സാധിക്കുമോ? തൗഹീദ് ഊട്ടിയുറപ്പിക്കാൻ കഴിയുമോ? അവന്റെ അവസാനം, അങ്ങനെയുള്ള ആളുകളുടെ അന്ത്യം അത് നല്ല രൂപത്തിലായിരിക്കും. അങ്ങനെ അവസാനത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി, അത് വിശ്വസിച്ച്, അതനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കും. അങ്ങനെ മരണപ്പെട്ടാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നാലാമത്തെ കാര്യം, നമ്മൾ സൽക്കർമ്മങ്ങൾ പതിവാക്കണമെന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ പതിവായി ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ഖുതുബകളുടെയും ആമുഖത്തിൽ ഓതുന്ന 3 ആയത്തുകളുണ്ട്. അതിലൊരായത്ത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നുള്ള ആയത്തിലെ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഏതുപോലെ? ഹഖ തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അടുത്ത എന്താ പറ? വലാ തമൂതുന്ന, നിങ്ങൾ മരണപ്പെട്ടു പോകരുത്, നിങ്ങൾ മരിക്കരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് എന്ന് അള്ളാഹു നമ്മോട് പറയാം. അതുകൊണ്ട് മുസ്ലിമായി മരിക്കാൻ കഴിയണം, അല്ലെ? ഇസ്ലാമിലായി കൊണ്ട് മരിക്കാൻ കഴിയണം. ജീവിതത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസവും കർമ്മങ്ങളും നിരന്തരമായി ചെയ്ത്, അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പരിചയമുള്ള ഒരായത്താണ് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വരുന്നത് വരെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, സൽക്കർമ്മങ്ങളിലായിക്കൊണ്ട്, നന്മകളിലായിക്കൊണ്ട് നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കണം എന്നുള്ളത്. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാവിലെ അവന്റെ കിടക്കയിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് രാത്രി അവന്റെ കിടപ്പറയിലേക്ക് കിടക്കുന്നത് വരെ ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയാകണം, എന്തായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാവാൻ, അതുപോലെയാവാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുകയും നിർബന്ധവും ഐച്ഛികവുമായ ധാരാളം കാര്യങ്ങൾ ഒരു ദിവസം വിശ്വാസികളായ നമുക്ക് പ്രവർത്തിക്കാനുണ്ട്. ആ പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളിൽ നിന്നും അതിലേറ്റവും വിട്ടുവീഴ്ചയില്ലാത്ത കർമ്മം, അല്ലെ? നമ്മുടെ നിർബന്ധമായ കർമ്മങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത കർമ്മം
അത് നമ്മുടെ നിസ്കാരമാണ്. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാ? റസൂലുള്ളാഹി പറഞ്ഞത് അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അല്ലെ? നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക. മാത്രമല്ല, നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമ്പോ ആദ്യം വിചാരണക്കെടുക്കുന്ന കർമ്മം ഏതാ? അത് നിസ്കാരമാണ്. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു, ഒരു അടിമയുടെ കർമ്മങ്ങളിൽ നിന്ന് ഖിയാമത്ത് നാളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് അവന്റെ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. നിസ്കാരത്തെ സംബന്ധിച്ച വിചാരണ ഉണ്ടാകുക. ഫഇൻ സ്വലുഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ, ആ നിസ്കാരം നന്നായാൽ, അത് ശരിയായാൽ, അത് പൂർത്തിയായാൽ അവൻ വിജയിക്കുകയും അതുപോലെ തന്നെ അവൻ രക്ഷപ്പെടുകയും ചെയ്തു. വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിറ, അതിൽ എന്തെങ്കിലും കോട്ടങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, അത് ഫസാദായിട്ടുണ്ടെങ്കിൽ, കേട് വന്നിട്ടുണ്ടെങ്കിൽ, മോശമായിട്ടുണ്ടെങ്കിൽ, ഖസിറ, അവൻ നഷ്ടക്കാരനായി, ഖാബ, അവൻ പരാജിതനുമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും അഫ്ളലായ കർമ്മം അത് നിസ്കാരമാണ്. ആ കർമ്മങ്ങൾ നിസ്കാരവും, നിർബന്ധ നിസ്കാരം, ഐച്ഛിക നമസ്കാരം, മറ്റുള്ള സൽക്രമം അത് പതിവാക്കിയാൽ അവസാനം അന്ത്യം നന്നാവാൻ, നല്ല രൂപത്തിൽ അന്ത്യം കൈവരിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ അതും സൽക്രമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യമാണ്. അല്ലെ? നമ്മുടെ അദ്കാറുകൾ അത് നമ്മൾ പതിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ ജീവിതത്തിന്റെ, അതാണ് നബി പഠിപ്പിച്ചോന്ന്, രാവിലെ ഉറക്കിൽ നിന്ന് ഉണർന്ന് രാത്രി ഉറങ്ങുന്നത് വരെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അദ്കാറില്ലാത്ത, അല്ലാഹുവിനെ കുറിച്ച് സ്മരണകളില്ലാത്ത ഒരു നേരവുമില്ല എന്നുള്ള എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ പ്രവാചകൻ സ്മരിച്ചിരുന്നു എന്നുള്ളതാണ്. റബ്ബിനെ ഓർക്കുക, റബ്ബിനെ സ്മരിക്കുക, അദ്കാറുകൾ ചൊല്ലുക. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്ത് എന്നാണ്. അഥവാ അല്ലാഹുവിനെ ഓർക്കുന്നവന്റെയും ഓർക്കാത്തവന്റെയും ഉപമ ജീവിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ്. അള്ളാഹുവിനെ ഓർക്കാത്തവൻ മരിച്ചവന് തുല്യമാണ്. അള്ളാഹുവിനെ ഓർക്കുന്നവൻ അവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ ചൊല്ലേണ്ട എത്രയോ അദ്കാറുകൾ, അല്ലെ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന അദ്കാറുകൾ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട അദ്കാറു സ്വബാഹും അദ്കാറുൽ മസാവും, അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷം അദ്കാറു ബഅദ സ്വലാത്ത്, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ അവിടെ അദ്കാറുൻ നൗം, ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ട ദിക്റുകൾ. ഇങ്ങനെ പള്ളിയിലേക്ക് കയറിയപ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലി, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലുന്നു, വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലുന്നു, അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അങ്ങാടികളിലേക്ക് ചെല്ലുമ്പോ, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതൊക്കെ രംഗങ്ങളിലൂടെ അവൻ പോകുന്നുണ്ടോ ആ രംഗങ്ങളിലൊക്കെ അല്ലാഹുവിനെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യേണ്ട അദ്കാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, പതിവാക്കിയാൽ നമ്മുടെ അന്ത്യം, അവസാനം അത് നല്ല രൂപത്തിൽ ഹുസ്നുൽ ഖാത്തിമയോടുകൂടി, നല്ല പര്യവസാനത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അന്ത്യം നന്നാവാൻ, അത് നന്നാക്കാൻ വിശ്വാസികളായ നമ്മൾ ശ്രമിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മരണം നല്ല രൂപത്തിൽ, നല്ല അന്ത്യമായി തീരുവാൻ വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതല്ല എങ്കിൽ കാഫിറായിക്കൊണ്ട്, നരകാവകാശിയായിക്കൊണ്ടാണ് മരിക്കുക എന്നും പറഞ്ഞു. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 4 കാര്യങ്ങൾ പറഞ്ഞു. 2 കാര്യങ്ങൾ കൂടി പറയാം. ഒന്ന്, നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ചിന്ത, ഒന്നുമായിട്ടില്ല, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളത് ആയിട്ടില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, ആ നന്മകൾ അല്ലാഹു സ്വീകരിക്കുമോ
എന്ന ഭയവും. കുറെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, മറ്റുള്ള കർമ്മങ്ങളാകട്ടെ, ആ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയവും, എന്നാൽ സ്വീകരിക്കണമേ എന്ന ആ പ്രതീക്ഷയും, ചെയ്ത കർമ്മങ്ങൾ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാകണമേ, അതിന് തക്കതായ പ്രതിഫലം കിട്ടണമേ എന്ന പ്രതീക്ഷയും ഒരു വിശ്വാസിക്ക് നിരന്തരമായി ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുന്ന ഒരു യുവാവിന്റെ അടുക്കലേക്ക് പ്രവാചകൻ ചെല്ലുകയാണ്. ഒരു യുവാവാണ്. ആ യുവാവ് മരണാസന്നനായി കിടക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖല അലാ ശാബുൻ വഹുവ ഫിൽ മൗത്ത് എന്ന മരണാസന്നനായി കിടക്കുന്ന ഒരു യുവാവിന്റെ അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നു. പ്രവാചകൻ അവിടെ പ്രവേശിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് ചോദിച്ചു, ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, കൈഫ തജിദുക, നിങ്ങളുടെ അവസ്ഥ ഇപ്പം എങ്ങനെ? നമ്മൾ ഏതായാലും രോഗിയായി അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്ന ഒരാളെടുത്ത് അവിടെ ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് പ്രവാചകൻ ചോദിക്കാൻ, നിനക്ക് നിന്നെ കുറിച്ച് ഇപ്പൊ എന്ത് തോന്നുന്നു, എന്താണ് അവസ്ഥ? കൈഫ തജിദു, താങ്കളെ കുറിച്ച് താങ്കൾ എന്താണ് കാണുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ സമയത്ത് ആ യുവാവ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അർജുല്ലാഹ യാ റസൂലല്ലാഹ് വഅഖാഫു ദുനൂബി. റസൂലുള്ളാഹിയോട് പറയാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും എന്റെ പാപത്തെ കുറിച്ച് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. എന്താ പറഞ്ഞത്? ഞാൻ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും എന്റെ പാപത്തെ കുറിച്ച് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു എന്ന് ആ യുവാവായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു. ആ സമയത്ത് ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഉണ്ട്. ആ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിത്ലി ഹാദൽ മൗത്ത് ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ, ഏതാ സാഹചര്യം? മരണാസന്നനായി, മരണത്തോട് മല്ലിട്ട് ഏത് സമയത്തും ഈ ലോകത്തോട് വിട പറയാം, മരിക്കാം, അങ്ങനെ മരണാസന്നനായി കിടക്കുന്ന ഇത്തരൊരു ഘട്ടത്തിൽ ഭയവും പ്രതീക്ഷയും ഒരു അടിമയുടെ ഹൃദയത്തിൽ ഒത്തുചേർന്നാൽ അവൻ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് അല്ലാഹു അവന് നൽകുകയും അവൻ എന്തിൽ നിന്നാണോ നിർഭയത്വം ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് അവൻ നിർഭയത്വം നൽകുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എന്താണ് അവൻ പ്രതീക്ഷിക്കുന്നത്? ആ പ്രതീക്ഷിക്കുന്നത് അല്ലാഹു അവന് നൽകും. അവൻ എന്താ പ്രതീക്ഷിച്ചത്? അർജുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞത്. എന്താ പേടിക്കുന്നത്? അഖാഫു ദുനൂബി, എന്റെ പാപങ്ങളെ കുറിച്ചാണ് എനിക്ക് പേടി എന്ന് പറഞ്ഞത്. ആ പേടിയിൽ നിന്ന് നിർഭയത്വം നൽകുകയും പ്രതീക്ഷിക്കുന്നത് എന്താണോ അതവന് നൽകുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുന്ന ആ യുവാവ് പറഞ്ഞ മറുപടിക്ക് ഉത്തരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതാണ്. ആ ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്ന്. അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ടാകണം, അതോടൊപ്പം നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമുക്ക് പേടിയും ഉണ്ടാകണമെന്ന്. അതുകൊണ്ടാണ് പാപങ്ങളെ ഭയക്കണമെന്ന്. പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ നല്ല മരണത്തിലുള്ള അല്ലെങ്കിൽ അന്ത്യം നിന്നാകുന്നതിനുള്ള തൗഫീഖ് അത് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. വൻ പാപങ്ങൾ ഒരിക്കലും വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും വളരെ കൃത്യമായി ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, പിശാചിനെ നമ്മൾ കരുതിയിരിക്കണം. പിശാച് നമ്മെ തിന്മയിലേക്ക്, തെറ്റിലേക്ക്, അതുപോലെ തന്നെ പാപങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സദാസമയവും പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ആ പിശാചിനെ കരുതിയിരിക്കുക. നമ്മെ വഴിതെറ്റിക്കാൻ അവസാനം വരെ ആ പിശാചി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നിലനിൽക്കുന്ന ദീനിൽ നിന്ന്, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ആ പിശാചി തെറ്റിച്ച് കളയാൻ നമ്മെ നിരന്തരമായി കൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ ചോദിക്കാറുള്ള ഒരു, നബി പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. വഅഊദു ബിക അൻ യതഖബ്ബതനി ശൈത്വാനു ഇൻദൽ മൗതി. വഅഊദു ബിക അൻ യതഖബ്ബതനി ശൈത്വാൻ. അല്ലാഹുവേ, എനിക്ക് നീ രക്ഷ തരണം, കാവൽ തരണം. എന്ത്? അൻ യതഖബ്ബതനി ശൈത്വാനു ഇൻദൽ മൗതി. മരണത്തിന്റെ സമയത്തിൽ പിശാചി എന്നെ റാഞ്ചിയെടുക്കുന്നതിന്, മരണത്തിന്റെ സമയത്ത് പിശാചി എന്നെ റാഞ്ചിയെടുക്കുന്നതിൽ നിന്ന് റബ്ബേ എനിക്ക് നീ അഭയം നൽകണമേ എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. കാരണം എന്താ? പിശാച് എല്ലാ സമയത്തും മനുഷ്യൻ ഇങ്ങനെ അതാ മരണത്തിന്റെ അന്ത്യയാത്രയിൽ അവസാന നിമിഷത്തിലും പിശാച് മനുഷ്യരെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ, കുഫ്റിലേക്ക് കൊണ്ടുപോകാൻ, അവന്റെ റാഞ്ചിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചത് വഅഊദു ബിക അൻ യതഖബ്ബതി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്. റബ്ബേ, മരണസമയത്ത് എന്നെ പിശാച് റാഞ്ചിയെടുക്കുന്നതിൽ നീ രക്ഷ ചോദിക്കണേന്ന് മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു. വഅലം, നീ അറിയണം, അന്നൽ മആസിയ തസുദ്ദു അബ്വാബ റിസ്ഖി വഅന്ന മൻ ളയ്യ അംറല്ലാഹി ളയ്യഅഹു അല്ലാഹ്. ഒരാൾ നീ അറിയണം, തീർച്ചയായും പാപങ്ങൾ, തിന്മകൾ, തെറ്റുകൾ അത് തസുദ്ദു അബ്വാബ റിസ്ഖ്, അത് റിസ്ഖിന്റെ കവാടങ്ങളെ അടച്ചു കളയും, ഉപജീവന മാർഗങ്ങളെ അത് അടച്ചു കളയും. ഇനിയോ വഅന്ന മൻ ളയ്യ അംറല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകൾ ആരെങ്കിലും പാഴാക്കി കളഞ്ഞാൽ അല്ലാഹു അവനെയും പാഴാക്കി കളയും. അല്ലാഹുവിന്റെ കൽപ്പനകൾ, ആ കൽപ്പനകൾ പാഴാക്കി കളയാനാണ്, അത് ധിക്കരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്താൽ അല്ലാഹു അവനെയും പാഴാക്കി കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവസാനമായി നമ്മുടെ അന്ത്യം നന്നാവാൻ, നല്ല രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ പലപ്പോഴും പല മരണ വാർത്തകളും കേൾക്കുമ്പോ നമുക്ക് തന്നെ ആശ്ചര്യമുണ്ടാകുകയും അല്ലെങ്കിൽ അത്ഭുതപ്പെടുകയും ചെയ്യാറുണ്ട് നമ്മൾ ഓരോരുത്തരും. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ അവസാനം അത് നല്ല രൂപത്തിലായി തീരാൻ റബ്ബിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യുക എന്നുള്ളതാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ പ്രാർത്ഥന പറഞ്ഞപ്പോ റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. റബ്ബേ, ഞങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം, ഞങ്ങൾക്ക് സന്മാർഗം നൽകിയതിനു ശേഷം ആ ഹിദായത്തിൽ നിന്ന്, സന്മാർഗത്തിൽ നിന്ന് നീ ഞങ്ങളെ തെറ്റിച്ചു കളയല്ല റബ്ബേ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ പ്രാർത്ഥന പറഞ്ഞ ആ പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന കൂടി ഉണ്ട്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസി ദുനിയ വഅദാബിൽ ആഖിറ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ആ കാര്യങ്ങളുടെ അവസാനത്തെ നീ നന്നാക്കി തരണമേ. മരണം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലേക്ക് അവസാനത്തെ അല്ലാഹുവേ നീ നന്നാക്കി തരണമേ. വഅജിർനാ മിൻ ഖിസി ദുനിയ വഅദാബിൽ ആഖിറ. പരലോകത്തെ ശിക്ഷയിൽ നിന്നും ദുനിയാവിന്റെ നിന്ദ്യതയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ആ പ്രാർത്ഥനകൾ നിരന്തരമായി വിശ്വാസികളായ നമ്മൾ നമ്മുടെ അന്ത്യം അത് നന്നാവാൻ, നല്ല രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ, പ്രത്യേകിച്ച് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ, മരണപ്പെടാൻ നിരന്തരമായി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അന്ത്യം നന്നായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നല്ല വിശ്വാസികളായി, സ്വർഗാവകാശികളായി ഈ ലോകത്ത് നിന്ന് വിടന്നു പറഞ്ഞു പോകാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവർ അല്ലാഹുവിന്റെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ അല്ലാഹുവിന്റെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ, ശമനം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് ഫലസ്തീനിലും അതുപോലെ തന്നെ സിറിയയിലും ഒക്കെയുള്ള മുസ്ലിമീങ്ങൾ, അല്ലാഹു അവർക്ക് വിജയം നൽകുമാറാകട്ടെ, ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു അവന്റെ റഹ്മത്ത്, കാരുണ്യം അവരുടെ മേൽ വർഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅദാഅ الدين. اللهم دمر أعداءنا وأعداء المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه وأصحابه أجمعين والحمد لله رب